മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ള പുതിയ ഡിസൈൻ ടൂളാണ് മൈക്രോസോഫ്റ്റ് ഡിസൈനർ. മൈക്രോസോഫ്റ്റ് ഡിസൈനർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓൺ ഇമേജസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ്സോ ഗ്രാഫിക്സോ വെബ്സൈറ്റിന്റെ ബാനേഴ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓൺ ഇമേജസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. മൈക്രോസോഫ്റ്റ് ഡിസൈനർ AI പവേർഡ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് AI ഇമേജസ് ജനറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ആ ഇമേജസിനെ നമുക്ക് നമ്മുടെ ബാനേഴ്സിലും സോഷ്യൽ മീഡിയ പോസ്റ്റിലും ആഡ്സിലും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്സിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് ഡിസൈനർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. designer.microsoft.com എന്നുള്ള ഈ URL-ലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറച്ച് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പോസ്റ്റുകൾ കാണാം. ആ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് പ്രോംപ്റ്റ് ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അതും നമുക്ക് അതിൽ ഹോവർ ചെയ്യുമ്പോൾ അവർ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇനി ഓൾറെഡി ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക ഉള്ള അക്കൗണ്ടിലേക്ക്. എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ അതിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്തു. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഫീൽഡ് ഉണ്ടാവും. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രോംപ്റ്റ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ബാനേഴ്സും പോസ്റ്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ട പോലെ തന്നെ ഇതിൽ ഹോവർ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാനർ അല്ലെങ്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാം. ഇതിനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കി ഇതിലൊരു എഡിറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ടു ട്രൈ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള പ്രോംപ്റ്റ് നമുക്കിവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രിയേറ്റ് എ മോഡേൺ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഫോർ എ വുമൻസ് ക്ലോത്തിങ് സ്റ്റോർ 30% സെയിൽ സ്റ്റാർട്ടിങ് ഓൺ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. കളേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നും ഞാൻ എൻ്റെ പ്രോംപ്റ്റിൽ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജനറേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഇവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് എന്നുള്ളത്. ജനറേറ്റിംഗ് ഡിസൈൻസ് ഫോർ യു എന്ന് പറയുന്ന ഒരു പ്രോഗ്രസ് ബാർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ പോസ്റ്റുകൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സൈസിലുള്ള ബാനേഴ്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നോ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെയെങ്കിലും ആണ് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡയമെൻഷനിലുള്ള ഇമേജസ് അല്ലെങ്കിൽ ബാനേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ടാവുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബാനർ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. നമുക്കിവിടെ ബാക്കി എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാം. ഇമേജിനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഇമേജിനെ ജനറേറ്റ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്, ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ബ്ലാങ്ക് ക്യാൻവാസ് അവർ നമുക്ക് തരും. ഇനി ഞാൻ ഇവിടെ നിന്നുള്ള ഒരു ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഏത് ഇമേജിനെയാണോ ചൂസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഒരു സൂംഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇത് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇതിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റുകൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് നമുക്ക് ഡൗൺലോഡഡ് ആയിട്ട് കിട്ടും. ഇനി എനിക്കിതിൽ കുറച്ചും കൂടിയും ചേഞ്ചസ് വരുത്താനുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കസ്റ്റമൈസ് ഡിസൈൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട രീതിയിലുള്ള എഡിറ്റിങ്ങുകൾ നമുക്ക് വരുത്താം. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ കുറച്ച് ഐഡിയാസും അവർ നമുക്കിവിടെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമുക്ക് 5 ടാബ് കാണാം. ഇതിൽ ടെംപ്ലേറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ഇവർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ടെംപ്ലേറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി അടുത്തത് കാണുന്നത് മൈ മീഡിയ എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്ക് വേണ്ട ഇമേജസിനെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഫയൽ, മീഡിയ ഫയലാണ് നമുക്ക് ബാനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്.
ചെയ്യണമെങ്കിൽ അതിനെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വിഷ്വൽസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അവരുടെയിലുള്ള സ്റ്റോക്ക് ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഗ്രാഫിക്സ് ഇമേജസ് നമുക്ക് കിട്ടും. അതുപോലെ വീഡിയോസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോസ് നമുക്ക് ഏതെങ്കിലും വീഡിയോസ് യൂസ് ചെയ്യണമെങ്കിൽ ആ വീഡിയോസ് സെക്ഷനിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസും യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിവിടെ എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ടെക്സ്റ്റ് സ്റ്റൈൽസ് ഇവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സൈസസ് ഓഫ് ദ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഇനി ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു കളർ പാലറ്റ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് എഫക്റ്റീവായിട്ട് എളുപ്പത്തിൽ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവർ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് കളർ കോമ്പിനേഷൻസും കളർ പാലറ്റ്സും ഫോണ്ടുകളും ഒക്കെ തരുന്നുണ്ട്. ബ്രാൻഡ് കിറ്റും ബ്രാൻഡ് ഗൈഡ് ലൈൻസും ഒക്കെ യൂസ് ചെയ്തിട്ട്, ബിക്കോസ് മിക്ക ബ്രാൻഡുകൾക്കും അവരുടേതായിട്ടുള്ള ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ബ്രാൻഡ് ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബ്രാൻഡിൽ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് ബാനേഴ്സിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റ്സിലും പോസ്റ്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യേണ്ട ഫോണ്ടുകളും കളേഴ്സും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബ്രാൻഡ് കിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ കണ്ടൻസും അതുപോലെ അവരുടെ വെബ്സൈറ്റ്സും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടുകളും ഫോണ്ട് കളേഴ്സും ഒക്കെ ഇവരിവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചെയ്യേണ്ടത് ഇതിനൊരു ലോഗോ ഉണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ അവരുടെ ലോഗോ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി മൈ മീഡിയ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങളുടെ ഡിവൈസിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടെങ്കിൽ ഫ്രം ദിസ് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ നിന്നാണെങ്കിൽ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവിൽ നിന്നും ഡ്രോപ്പ് ബോക്സിൽ നിന്നും ഒക്കെ നമുക്ക് സെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോഗോനെ ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ ലോഗോ ഇവിടെ നമുക്ക് വരും. അതിനുശേഷം ഇതിൻ്റെ എവിടെയാണോ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്കിതിനെ റീസൈസ് ചെയ്യുകയും ചെയ്യാം. അതിന് നമുക്ക് ഈ കഴ്സർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ റീപൊസിഷൻ ചെയ്യാം. എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അതനുസരിച്ച് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനതിനെ ഇവിടെയാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ലോഗോനെ അവിടെ പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഓഫർ ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ് എന്നുള്ളത് യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാനറിൽ തന്നെ അത് കൊടുക്കണം. അതിന് വേണ്ടി എനിക്ക് ഇവിടെ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഹെഡിങ് ആണോ സബ് ഹെഡിങ് ആണോ ബോഡി ടെക്സ്റ്റ് ആണോ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിക്കും. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവർ പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് സ്റ്റൈലുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ അവർ കുറച്ച് ഫോണ്ട് സൈസസും ഫോണ്ട് സ്റ്റൈലും കളേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഡിസൈനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എവിടെയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിത് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഈ ഒരു ബോഡി ടെക്സ്റ്റ് സൈസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്യാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എവിടെ വേണമെങ്കിലും റീപൊസിഷൻ ചെയ്യാം. അപ്പോൾ അതിനെ റീപൊസിഷൻ ചെയ്യാനായിട്ട് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ആരോനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എവിടെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ ലിമിറ്റഡ് ടൈം ഓഫർ വാലിഡ് ജൂലൈ 30 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തു. ഇനി ഇതിനെ എന്തെങ്കിലും നമുക്ക് ടിൽറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെക്കണമെങ്കിലൊക്കെ നോക്കി ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഇതിൻ്റെ പൊസിഷനൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെരിച്ചൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ്. കുറച്ച് ഡിസൈൻ സ്കിൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ ബാനേഴ്സ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ.
ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണ്ടിനെ ചേഞ്ച് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഫോണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് റൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് ഈ ഒരു ഫോണ്ടിൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഫോണ്ട് ഏതാണോ അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചൂസ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് ചൂസ് ചെയ്യാണ്. അപ്പോൾ ആ ഫോണ്ട് സെലക്റ്റഡ് ആയി. ഇനി ഈ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ഇതിപ്പോൾ കുറച്ചും കൂടി വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ മേളിൽ നിങ്ങൾക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കുറച്ചും കൂടിയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഫോണ്ട് സ്റ്റൈൽ ചൂസ് ചെയ്യാം. അതുപോലെ ഈ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഴയ കളർ തന്നെ വെക്കാം. ഇനി ഫോണ്ടിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫോണ്ട് വെച്ചിട്ടും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലെനിക്കിവിടെ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, ഈ ഒരു സ്റ്റോറിൻ്റെ URL കൂടിയും എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം. ഇനി എനിക്കിവിടെ താഴെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടിയും ഈ ബോഡി ടെക്സ്റ്റ് ചൂസ് ചെയ്യാണ്. എന്നിട്ട് ഇതിനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിനെ റീപൊസിഷൻ ചെയ്യാണ്, സെൻറ്ററിലേക്ക് റീപൊസിഷൻ ചെയ്യാണ്. അതിനുശേഷം എനിക്കിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഇതിനൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വിഷ്വൽസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവാണ്. എന്നിട്ട് ഇവിടെ ഗ്രാഫിക്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽഡ് ഷേപ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫിൽഡ് ഷേപ്സ് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ എൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്ത ടെക്സ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറകിലായിപ്പോയി. അതിൻ്റെ മേളിലാണ് നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേളിൽ നിങ്ങൾക്ക് പൊസിഷൻ എന്ന് പറയുന്നൊരു ടാബ് കാണാം. ഈ പൊസിഷൻ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ ഫോർവേഡോ ബാക്ക്വേർഡോ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ സെൻഡ് ബാക്ക്വേർഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ ഒരു ബാനർ ബാക്ക്വേർഡ് പോയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഈ ഒരു കളറാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് ഈ ഒരു കളർ പിക്ക് ചെയ്തിട്ട് ആ ഒരു കളറാക്കി നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളറിൻ്റെ ഇത് ചൂസ് ചെയ്താൽ നമുക്ക് ഈ കളർ പിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു കളർ പിക്കർ കാണാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏത് കളറിനെ വേണമെങ്കിലും നമുക്കിവിടെ പിക്ക് ചെയ്യാം. ആ കളർ നമുക്കിവിടെ സെലക്റ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കോൺട്രാസ്റ്റ് രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന് ഈ ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ടെക്സ്റ്റിന് മറ്റേ കളറും കൊടുത്തു. ഇവിടെ ഒരു ടെക്സ്റ്റിനൊരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. .com എന്നാക്കി ഞാൻ. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒപ്പസിറ്റി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒപ്പസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും ഏത് ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഒരു ബാനർ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ PNG ആണോ JPG ആണോ PDF ആണോ എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക, ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. ഇനി ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് മേക്ക് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ റിമൂവ് വാട്ടർമാർക്ക് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്ടർമാർക്ക് ഉണ്ടാവില്ല. അതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇമേജിന് കോപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക്
ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ഇല്ല, അപ്പോൾ വാട്ടർമാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അപ്പോൾ ഇതുപോലൊരു വാട്ടർമാർക്കും കൂടി വരും. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർമാർക്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ബാനർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ മൈക്രോസോഫ്റ്റ് ഡിസൈനർ യൂസ് ചെയ്തിട്ട് ചെറിയ ഡിസൈൻ സ്കിൽസ് ഉള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് നല്ല ബാനേഴ്സും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് AI ടൂളുകളുണ്ട് ഇപ്പോൾ. ഇതൊരു വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്കോ ഫുള്ളായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്നുള്ള പുതിയൊരു ടൂളിൻ്റെ ജസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്യൂട്ടോറിയൽ മാത്രമാണിത്. എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ അത് യൂസ് ചെയ്യാമെന്നുള്ളതും ഇതിൻ്റെ കുറേ അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. അതും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലെയുള്ള പുതിയ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.